നമസ്കാരം. 2 ദിവസം മുമ്പ് വന്ന മലയാള മനോരമ പത്രത്തിലെ ഫ്രണ്ട് പേജിൽ കള്ളനാക്കിയ ലോകമേ വിട എന്ന ടൈറ്റിലിൽ ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിരുന്നെങ്കിൽ അത് മുഴുവനായി വായിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഓർമ്മയിലുണ്ടോ? സാധ്യത കുറവാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തീ പാറുന്ന വാർത്തകൾക്കിടയിൽ പരസ്പരമുള്ള പഴിചാരലുകൾ വായിച്ച് ആസ്വദിക്കുന്നതിനിടയിൽ ഇതൊക്കെ കാണാനും വായിക്കാനും ഓർക്കാനും ഒക്കെ നമുക്ക് എവിടെയാണ് നേരം, അല്ലേ? എൻ്റെ മനസ്സിൽ അതിങ്ങനെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ ഇതേ വാർത്ത വിശദീകരിച്ച് എഴുതിയത് കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണം എന്നെനിക്ക് തോന്നി. സംഗതി ഇത്രയേ ഉള്ളൂ. അഞ്ചൽ സ്വദേശിയായ 38 വയസ്സ് മാത്രം പ്രായമുള്ള രതീഷ് എന്നൊരു ചെറുപ്പക്കാരനെ കള്ളൻ എന്ന് മുദ്രകുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ പ്രതി പിടിയിലായപ്പോൾ രതീഷിനെ കോടതി കുറ്റവിമുക്തനാക്കി. വെറുമൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന രതീഷിൻ്റെ മാനവും സാമ്പത്തികവുമെല്ലാം അപ്പോഴേക്ക് തകർന്ന് തരിപ്പണായിരുന്നു. നാട്ടിൽ തല ഉയർത്തി നടക്കാൻ സാധിക്കാതെ വന്നപ്പോൾ രതീഷ് ആത്മഹത്യ ചെയ്തു. അടുത്ത ദിവസത്തെ പത്രവാർത്തയും വായിച്ച് നമ്മളത് മറന്നു. പക്ഷേ രതീഷിൻ്റെ ഭാര്യ രശ്മിക്കും മക്കൾക്കും മരണം വരെ മറക്കാൻ പറ്റുമോ? ഇതാണ് ലോകം. എന്തൊരു വിചിത്രമാണ് ഈ ലോകം, അല്ലേ? ഈ ബോബി അച്ഛൻ്റെ എഴുത്തിനിടയിൽ ജോൺ ബ്രിസോളിൻ്റെ ഈവിൾ ഏഞ്ചൽസ് എന്നൊരു പുസ്തകത്തെപ്പറ്റി പറയുന്നുണ്ട്. മലഞ്ചെരുവിലേക്ക് ടൂറ് പോയ ഒരു കുടുംബത്തിൻ്റെ സംഭവ കഥയാണത്. അച്ഛനും അമ്മയും 3 മക്കളെയും കൂട്ടിയാണ് പിക്നിക്കിന് പോയത്. ഇളയ കുട്ടിക്ക് 3 മാസമേ പ്രായമുള്ളൂ. രാത്രി ആ കുട്ടിയെ തൊട്ടിലിൽ കിടത്തി ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ തുണിത്തൊട്ടിലിൽ കിടത്തിയിരുന്ന കുഞ്ഞിനെ കാണാനില്ല. ഒരു കാട്ടുനായ ഇരുട്ടിലൂടെ പോകുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അവിടുത്തുകാർ ആ പരിസരം മുഴുവൻ അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പ് കിട്ടിയില്ല. ആ കുടുംബം ആകെ തകർന്നു. അപ്പോഴേക്കും ഒരു ജന്തുശാസ്ത്രജ്ഞൻ ഒരു കണ്ടെത്തലുമായിട്ട് മുന്നോട്ട് വന്നു. കാട്ടുനായ്ക്ക് 10 റാത്തൽ തൂക്കമുള്ള ഒരു കുട്ടിയെയും കടിച്ചെടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. കാര്യം പിടിവിട്ടു. ജന്തുശാസ്ത്രജ്ഞൻ ചാനലുകളിൽ മുഴുവൻ വാദവുമായിട്ട് ഓടി നടന്നു. അഭ്യൂഹങ്ങൾ പത്രങ്ങളിൽ പരന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. ചെറിയ കുട്ടിയെ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. കുട്ടിയെ ബലി കൊടുക്കാനാണ് അവർ ഈ മലഞ്ചെരുവിലേക്ക് പോയത്. അങ്ങനെ ആയിരക്കണക്കിന് കഥകൾ ആളുകൾ പറഞ്ഞു നടന്നു. ഈ അച്ഛനെയും അമ്മയെയും അറസ്റ്റ് ചെയ്തു. അവനാണ് കൊലപാതകം ചെയ്തത് എന്ന് വിധിച്ചു. 8 വർഷങ്ങൾക്ക് ശേഷം നായാട്ടുകാർ മണ്ണിൽ പൂണ്ടുകിടക്കുന്ന കുട്ടിയുടെ ഉടുപ്പ് കണ്ടെത്തി, മുടി കണ്ടെത്തി, കാട്ടുനായയുടെ പല്ല് കോർത്ത അടയാളങ്ങളും ചോരപ്പാടുകളും കണ്ടെത്തി. ആ ഭാര്യാഭർത്താക്കന്മാരെ കോടതി വെറുതെ വിട്ടു. എന്നിട്ട് പറഞ്ഞു മാപ്പ്. അതുപോലെ ഈ രതീഷിനോട് നമുക്ക് പറയാം മാപ്പ്.